രാഷ്ട്രപതിയെ കണ്ട് കരവ്യോമ നാവിക സേനാ മേധാവിമാർ ഓപ്പറേഷൻ സിന്ദൂറും ബന്ധപ്പെട്ട സാഹചര്യങ്ങളും രാഷ്ട്രപതിയെ സേനാ മേധാവിമാർ ധരിപ്പിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം പറയൂ. രോഹിണി, രാഷ്ട്രപതി ഭവനിൽ 3 സേനകളുടെയും മേധാവിമാർ എത്തി. കരസേനാ മേധാവി ജനറൽ ഭൂപേന്ദ്ര ദ്വിവേദി, വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, അതുപോലെ തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവരാണ് സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെപ്പറ്റി ധരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് 4 ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ. ആദ്യം ഭാരതം നടത്തിയ പ്രത്യാക്രമണം, അതിലുണ്ടായ പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ തകർന്നത്, അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ വലിയ പ്രകോപനത്തിന് ഏത് രീതിയിലാണ് ഭാരതത്തിന്റെ സൈന്യം മറുപടി നൽകിയത്, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ 3 സേനകളുടെയും മേധാവിമാർ സംയുക്തമായി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ധരിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് ഈ 3 സേനകളുടെയും തലവന്മാർ രാഷ്ട്രപതി ഭവനിലേക്ക് ഒരുമിച്ചെത്തുന്നത്. രോഹിണി. ശരി ഗൗതം. രാഷ്ട്രപതിയെ കണ്ട് കരവ്യോമ നാവിക സേനാ മേധാവിമാർ ഓപ്പറേഷൻ സിന്ദൂറും ബന്ധപ്പെട്ട സാഹചര്യങ്ങളും രാഷ്ട്രപതിയെ സേനാ മേധാവിമാർ ധരിപ്പിച്ചു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.